ഹായ്, 14.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്ന ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഒരു വെന്യൂ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ആണ് വെന്യൂവിന്റെ ഈ HS6 DCT ഓട്ടോമാറ്റിക്. കാരണം ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന വെന്യൂവിന്റെ ഒരു വാല്യൂ ഫോർ മണി ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഈ HS6 DCT ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് HS6 വേരിയന്റിന്റെ വരെ പ്രൈസും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ വെന്യൂവിലെ പെട്രോൾ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ HS6 DCT ഓട്ടോമാറ്റിക്. കാരണം ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് ഈ HS6 ഓട്ടോമാറ്റിക് വേരിയന്റ്. കാരണം HX5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്രണ്ടിൽ നമ്മളുടെ എക്സ്റ്ററിന്റെ പോലത്തെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് വരുന്നത്. പലർക്കും ആ ഒരു ലുക്കിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമുള്ള ഒരു ലുക്ക് ഈ HS6ന്റെ ആണ്. റീസെന്റ് നമ്മൾ N-Line N6ന്റെ വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് പേഴ്സണലി ഇതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടമുള്ള ഒരു വേരിയന്റ് ആ N-Line N6 വേരിയന്റ് ആണ്. പക്ഷെ അതിനകത്ത് കുറച്ചധികം ആളുകൾ കമന്റ് ചെയ്തതാണ് അതിനേക്കാളും കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു വേരിയന്റ് ഈ HS6 ആണെന്ന്. അപ്പൊ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്ന മറ്റേ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു വൈറ്റ് കളറാണ്. ഡ്യുവൽ ടോൺ ആക്കിയാൽ കുറച്ചുകൂടി ഭംഗിയാവും. പക്ഷെ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് തന്നെ ഈ ഒരു കളർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലോസി ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് DRL ഈ വേരിയന്റിൽ വരുന്നില്ല, കണക്റ്റഡ് DRL. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ഹ്യുണ്ടായുടെ ലോഗോ കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ LED DRL കൊടുത്തിരിക്കുന്നു. അതിന് ടോപ്പിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അത് ഹാലജൻ ലൈറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ 4 സ്ലോട്ടായിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ കാണാം. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വെന്യൂവിന്റെ ഒരു വേരിയന്റിലും വരുന്നില്ല. ഫ്രണ്ടിൽ ആ ഒരു സിൽവർ ഫിനിഷിൽ ബെമ്പർ കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് 195 mm ആണ് വെന്യൂവിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെമ്പർ പോർഷൻ കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സ് പോലെ തോന്നിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഹൈപ്പർ സ്റ്റൈൽ വീൽസ് കൊടുത്തിരിക്കുന്നു. 215 60R16 ആണ് ടയർ സൈസ്. നമുക്ക് ഈ ഒരു വേരിയന്റിലും ഇപ്പൊ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ഈ ഒരു സെയിം ടയർ സൈസ് ടർബോ വേരിയന്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ അലോയ്സിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. ലോഗിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് വരുന്നത്. വശങ്ങളിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് നമുക്ക് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. ഇത് DCT ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പിലായിട്ട് റൂഫ് റെയിൽസ് കാണാം. അത് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സിംഗിൾ റിൻ സൺ റൂഫും വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പനോറമിക് സൺ റൂഫ് കാണാം. ബാക്കിൽ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആന്റിന കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കൊണ്ട് ഒരു SUV ഫീലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. അതിനകത്ത് വെന്യൂ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളിലും സിമിലർ ആണ്. നമുക്ക് ഈ ബാക്കിലെ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് HX5+ 1.2ലും ടർബോയിലും അല്ലെങ്കിൽ ഡീസലിലും HS6 വേരിയന്റിലാണ് ബാക്കിൽ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല. ബാക്കിൽ LED ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇവിടെ വെന്യൂ എന്ന് പറയുന്ന വലിയ ബാഡ്ജിങ് കാണാം. നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിന്റെ നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗർ ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. നല്ല HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ സിൽവർ ഫിനിഷിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റ് ഈ വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ 60/40 സ്പ്ലിറ്റ് സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടർബോ വേരിയന്റ് ഈ HS6 വേരിയന്റ് ആണ്. ബാക്കിലേക്ക് നമുക്ക് ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ വരുന്ന 195 65R15 അതാണ് നമുക്ക് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ചാർജിങ് പോർട്ടോ സംഭവങ്ങളൊന്നും തന്നെ ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്.
ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഈ വേരിയന്റിലും. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ലോക്ക് ചെയ്യുന്നതിന്റെ ഓട്ടോ ഫോൾഡിങ്ങിന്റെ ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്പീക്കറുകളിൽ കാണാം. സീറ്റ് ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഫിനിഷിൽ ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, ഡെഡിക്കേറ്റഡ് ഹെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. AC വെൻസിറ്റിയുടെ എല്ലാം ഒരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. HS6 വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ഇന്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എക്സാക്ട് സിമിലർ ആണ്. ഇപ്പോൾ HS6ലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണലി ലഭിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇത് വെന്യൂവിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഈ HS6 വേരിയൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ എല്ലാ വേരിയൻറ്റുകളിലും നമുക്ക് സിമിലർ സ്റ്റിയറിംഗ് വീലാണ്. ഈ HS6ലേക്ക് വരുമ്പോൾ അത് ലെതർ റാബ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ടിൽറ്റ് ചെയ്യാൻ ഓപ്ഷനാണ് വരുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും, വലതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഒരു റൗണ്ടഡ് ഫ്ലാറ്റ് ബോട്ടം എന്ന് പറയാവുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് ഓട്ടോ വൈപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ HS6 വേരിയൻ്റ് ആണ്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ RPM ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. TPMS പോലെയുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, ഡ്രൈവ് റേഞ്ച്, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും നിങ്ങൾക്ക് കാണാം. പിന്നെ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ബേസ് വേരിയൻറ്റ് തൊട്ട് ലഭിക്കുന്ന സ്ക്രീൻ ഇതാണ്. നമ്മളുടെ HX8 ഓൺവേർഡ്സ് നമുക്ക് 12 ഇഞ്ചിൻ്റെ സ്ക്രീനായിട്ട് ഇത് മാറുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. നല്ല മ്യൂസിക് ക്വാളിറ്റിയാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് നമ്മൾക്ക് സെറ്റിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. HD ക്ലാരിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ താഴത്തെ ഒരു പോർഷൻ കാണാനുള്ള ഒരു ഓപ്ഷനൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെയും കാണാം. നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് ആണ്. ഇവിടെയെല്ലാം വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞോണം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ആണ്. നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഫിസിക്കൽ ബട്ടണുകളാണ് നമ്മൾക്ക് ഈ കാണാനായിട്ട് പറ്റുക. അതിന് താഴെ AC യുടെ കുറച്ച് കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ ഇവിടെയെല്ലാം നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെയായിട്ട് നമുക്കിവിടെ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഒന്ന് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. അതിനോട് ചേർന്ന് ഒരു Type C ചാർജിങ് പോർട്ട്, പിന്നെ നമുക്ക് സ്വിച്ചബിൾ ആയിട്ടുള്ള ഒരു Type C പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് ചാർജിങ് പോർട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ മീഡിയ സ്ക്രീൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കണക്ടിവിറ്റി ഇതായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിരിക്കുന്നു. DCT ഗിയർ ലിവർ കാണാം. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പ്രീമിയം ഫീലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോട് ഇതാണ് നമുക്ക് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടി എഞ്ചിൻ സ്റ്റാർട്ട് ഓപ്ഷനോട് കൂടിയ ആ ഹ്യൂണ്ടയുടെ ലോഗോട് സാദൃശ്യമുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ കീ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നി. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വശത്തായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ആണ് അതിൻ്റെ ടോപ്പിലായിട്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ഡാറ്റ ഗ്രാബ് ഹാൻഡിൽ, ഒരു സിംഗിൾ റിൻ സൺറൂഫ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരുന്നത്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ കൂൾഡ് ഗ്ലോ ബോക്സിൻ്റെ ഒരു ഫീച്ചറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു വെന്യൂവിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയൻറ്റ് ഇതാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നമ്മളുടെ എൻലൈൻ വേരിയൻ്റ് ആണ്. എൻലൈനിലേക്ക് കുറച്ചും കൂടി മൈലേജ് കുറവാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഈസ് ദ ബെസ്റ്റ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ബാക്കിലേക്ക് സൺ ബ്ലൈൻഡ്സ് ഇതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിൽ കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type C ചാർജിങ് പോർട്ടാണ് വരുന്നത്. നമ്മൾ പറഞ്ഞോളാം അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ്, സെൻറ്റർ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് എല്ലാം നമ്മളുടെ HS6 വേരിയൻ്റ് ആണ്. ഇതിൻ്റെ സീറ്റിൻ്റെ സ്ലാൻഡിങ് പൊസിഷൻ നമുക്ക് 2 വേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കളയെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12-13 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ സെഗ്മെന്റിൽ ബാക്ക് സീറ്റിൽ ഏറ്റവും കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാറ് നമ്മളുടെ വെന്യൂ ആണ്. ഇപ്പോൾ ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് അതും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെന്യൂവിൻ്റെ സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വെന്യൂവും ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. സെഗ്മെന്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ എന്ന് പറയാം. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും വെന്യൂ ആണെങ്കിലും നമുക്ക് ഓടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ വെന്യൂവിൽ നമുക്ക് മൊത്തം 3 എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ 1.2 കാപ്പ പെട്രോൾ എഞ്ചിൻ, 82 HP പവറും 114 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന 18.5 ആണ് ARI സർട്ടിഫൈഡ്. ഒരു 14-നും 15-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 13-നും 14-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതൊരു 118 HP പവർ തരുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 172 Nm ആണ് ടോർക്ക്. വെന്യൂവിൽ ഏറ്റവും ഓടിക്കാൻ രസമുള്ള ഒരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിനാണ്. ഇതിനകത്ത് ഈ 7 സ്പീഡ് DCT ഒരു രക്ഷയില്ലാത്ത പവറാണ്. ഓടിക്കാനും നല്ല രസമാണ്. നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ മൈലേജ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി കാല് കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് ഡ്രോപ്പ് ആവും. അല്ല ഡീസൻ്റ് ആയിട്ട് ഒരു 2000 RPM ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷനും കൂടിയാണിത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന 20.2 റിയൽ ലൈഫിൽ ഒരു 15-16 എന്താണെങ്കിലും നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ മൈലേജ് ലഭിക്കും. ഈ എഞ്ചിനിൽ പിന്നെ ഒരു 6 സ്പീഡ് മാനുവലും കൂടിയും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ഡീസൽ, അത് മൈലേജ് നോക്കുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് 114 HP പവർ 250 Nm ടോർക്കുമാണ്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ക്രെറ്റ, സെൽട്ടോസ്, സോണറ്റ്, ഇപ്പോൾ അൽക്കസാർ ഇതിലൊക്കെ കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിൻ ഈ ചെറിയ വണ്ടിയിലേക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പവർ നമുക്ക് ഈ വാഹനത്തിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൈലേജ് നോക്കുന്നുണ്ട്, പവർ നോക്കുന്നുണ്ട്. അത്യാവശ്യം ഓട്ടം ഉള്ളവരാണ് എങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോവുക. അതല്ല ഓട്ടം കുറവാണ്, നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വേണം, അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ളൊരു വണ്ടി വേണമെങ്കിൽ ഇതിൻ്റെ ഈ DCT വേരിയൻറ്റ് എടുക്കാനായിട്ട് നോക്കാം. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതല്ല റെഗുലർ വ്യൂവേഴ്സാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയ പ്രൈസിലേക്ക് വന്നാൽ HX2 ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് നോക്കാം. 1.2 മാനുവലിന് 9,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ 10,40,000 രൂപ, ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 11,60,000 രൂപ. അതായത് ഓരോ ലക്ഷം രൂപയുടെ വ്യത്യാസങ്ങൾ ഓരോ എൻജിൻ മാറുന്നതിനനുസരിച്ച് വരുന്നുണ്ട്. പിന്നെ HX3 വരുന്നുണ്ട്, പിന്നെ HX5 ആണ് വരുന്നത്. HX3 1.2 മാത്രമേ ഉള്ളൂ, അതങ്ങനെ അധികം ഇറങ്ങാത്തൊരു വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് HX5 വേരിയൻ്റ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റ്. HX5 1.2 പെട്രോൾ എഞ്ചിന് 11,20,000 രൂപ, HX5 ടർബോയ്ക്ക് 11,50 മാനുവൽ. അപ്പോൾ ടർബോ ആണ് ലാഭം. 30,000 രൂപ കൂടുതൽ കൊടുത്താണെങ്കിൽ നിങ്ങൾക്ക് ടർബോ പെട്രോൾ കിട്ടും, വലിയൊരു ടയർ കിട്ടും. അതാണ് എക്സ്റ്റീരിയർ എന്നുള്ള വ്യത്യാസം. പിന്നെ അടിപ്പാടി പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ കിട്ടും. അതിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 ലക്ഷം രൂപ. അതായത് വെന്യൂവിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 13 മിനിമം സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 13 ലക്ഷം രൂപയാണ് ഡീസൽ മാനുവലിന്. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസാണ് ഡീസൽ മാനുവലിന് പേ ചെയ്യുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് 14,20,000 രൂപ. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക്കും നമ്മൾ 1,20,000 രൂപ ഡിഫറൻസ് ഉണ്ട്. ഇനി HX5 തന്നെ 1.2 HX5 പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് അവൈലബിൾ ആണ്. അതിന് 11,70,000 രൂപ. അതായത് നോർമൽ 1.2 HX5നേക്കാളും 50,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ HX5 പ്ലസ് ലഭിക്കും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന HS6 വേരിയൻ്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് HS6ൽ പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. അത് DCT ആണ്. നിങ്ങൾ ഈ കാണുന്ന വാഹനം 14.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് HX5നേക്കാളും 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ HS6 ഓട്ടോമാറ്റിക് കിട്ടും. അഡീഷണലി കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ആ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക്, ബാക്കിൽ വൈപ്പർ, നമുക്ക് ഒരു 16 ഇഞ്ച് അലോയ്സിൻ്റെ ലുക്കുള്ള ഒരു വീൽസിൽ കിട്ടും. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ്, ഫുള്ളി നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല്, പിന്നെ ഓട്ടോ AC, അങ്ങനത്തെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് അഡീഷണലി ഇതിനകത്ത് ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വെർത്തായിട്ടുള്ളൊരു വേരിയൻ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക്, എസ്പെഷ്യലി പെട്രോൾ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഈ HS6 DCT തന്നെയാണ്, അല്ലെങ്കിൽ N6 DCT. ഓക്കെ,
ഇപ്പോൾ വെന്യൂവിന് 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 90% ആണ്. ഏതോ 1-2 ബാങ്കുകൾ നിങ്ങളുടെ സിവിൽ സ്കോർ ഓക്കെ ആണ് എങ്കിൽ 100% വരെ ഓൺ റോഡ് ഫണ്ടിങ് നൽകുന്നുണ്ട്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 50,000 രൂപ താഴെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് വെന്യൂവിൻ്റെ ഈ HS6 വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന വാഹനം HS6 DCT ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വെന്യൂ നോക്കുന്നുണ്ട്, നിങ്ങളൊരു ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നത്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പറാണ്. ഇപ്പോൾ നിങ്ങൾ EMI ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1650 രൂപ വെച്ചിട്ട് അടവ് വരുന്നുള്ളൂ. ഫോർ മോർ ഇൻഫോ ഞാൻ പറഞ്ഞോണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിക്കുക. വെന്യൂ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.